ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൂട്ടിയുടെ ഫേവറേറ്റ് ആണ് കണവ റോസ്റ്റ്. അപ്പം കണവയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീനിങ് വീഡിയോ അറിയാത്ത വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാം. അപ്പം നമുക്കിന്ന് കണവ റോസ്റ്റ് കണ്ടാലോ? ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. അധികം സ്പൈസി അല്ല, കാരണം മോക്ക് കഴിക്കാനുള്ള ആയതുകൊണ്ട് അധികം സ്പൈസി അല്ലാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും, കാരണം അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവർക്ക് ആക്കി കൊടുക്കുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആണല്ലോ. അപ്പം നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ദാ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ചീഞ്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ദാ ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. വേറെ ഒരു ഓയിലും ആവശ്യമില്ല, ഒരു ഓയിലിൽ ചേർക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്കിത് മാത്രം മതി. അടിപൊളിയായിട്ടുള്ള റെസിപ്പി കഴിക്കാൻ പറ്റും. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണേ. അപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ അല്പം ഒരു പെരിഞ്ചീരകം, കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഒരിക്കലും അത് കരിയാൻ നിൽക്കരുത്. സിമ്മിൽ വേണം നമ്മളിത് ചെയ്യാനേ. അപ്പം പെരിഞ്ചീരകം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ചെറിയുള്ളി, അരക്കഷ്ണം സവാളയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു അരക്കഷ്ണം തക്കാളി. അപ്പോൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരിക്കലും നമ്മൾ ഫിഷിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഫിഷിൻ്റെ എന്തെങ്കിലും റെസിപ്പി ചെയ്യുന്ന സമയത്ത് സവാള അധികം യൂസ് ചെയ്യരുത്. കാരണം സവാളയ്ക്ക് അറിയാലോ എപ്പോഴും ഒരു മതിരിപ്പാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് ചേഞ്ച് ആവും, ഒരു രസം ഉണ്ടാവില്ല, ഒരു മതിരിപ്പ് ചോയ വരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫിഷ് ആയാലും ബീഫായാലും എപ്പോഴും നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ചേഞ്ച് അതിൽ വരും എന്തായാലും. പക്ഷേ ചിക്കനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സവാളയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതൊരു ടിപ്പാണേ. ഇതുപോലത്തെ ഒത്തിരി ടിപ്പ് നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ ദാ ഞാനിതിലേക്ക് ഒരു 10-20 ചെറിയുള്ളി ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതും ദേ ചെറിയൊരു കഷ്ണം സവാളയും ആഡ് ചെയ്തു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളാണ് ഇതെല്ലാം, അവൾ കട്ടിങ്ങിന് പെർഫെക്റ്റ് ആണ്. അവളാണ് എനിക്കിതെല്ലാം ചെയ്ത് തരാറുള്ളത്. കട്ടിങ് അവളുടെ ഏരിയ ആണ്. അപ്പോൾ അവൾ ഇവിടെ ഉള്ള ദിവസമാണ് ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവളാണ് ഇതെല്ലാം എനിക്ക് ഒന്ന് അരിഞ്ഞൊക്കെ തരുന്നത്. അപ്പോൾ ദേ ഇതെല്ലാം നല്ല പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. പിന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് മസാല നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ്. അതാണ് ഈ റെസിപ്പിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മുടെ മീറ്റ് അല്ലെങ്കിൽ ബീഫ് ഉലർത്തു മസാല. ബീഫ് ഉലർത്തു മസാല എന്ന് പറഞ്ഞ സ്പെഷ്യൽ മസാല നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അത് തന്നെ നിങ്ങൾ ചോദിച്ച് മേടിക്കണം. അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കളറിന് ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് മൂക്കട്ടെ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കഷ്ണം തക്കാളി ആഡ് ചെയ്യാണ്. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ 1/2 കഷ്ണം തക്കാളി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട്. അതുകൊണ്ടാട്ടോ ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് വേവട്ടെ. നമുക്ക് ഇതിലുള്ള തക്കാളിയിലുള്ള ജ്യൂസെല്ലാം ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അതുവരെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വേവും. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും മസാല ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിം യൂസ് ചെയ്ത്, കാരണം അടി പിടിച്ചാൽ നമ്മുടെ കാര്യം പോക്കായി. ഇനി ഇതാ ഞാൻ അതിലേക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൾ അല്ലെങ്കിൽ കണവ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പലരും ഇത് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു വിസിലടിച്ചാൽ മതിയാകും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. കാരണം ഇത് വേവുമ്പോൾ ഇതിൽ ഫിഷിലുള്ള ഈ വാട്ടറെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഗ്രേവിയിലൊന്ന് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത്ര വേവില്ലാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് കിടന്നാൽ തന്നെ ഇത് റെഡിയാവും. എന്നിട്ട് ഇതാ ഞാൻ അതിലേക്ക് ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതിപ്പം വെള്ള കളറിലാണ് കാണുന്നത്, നിങ്ങളത് ഭയപ്പെടേ വേണ്ട. ഇതൊന്ന് അടച്ച് വെച്ച് വേവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മസാലയും എരിവും പുളിയും എല്ലാം ഫിഷിൽ പിടിക്കും. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആവും. ഇതിപ്പം മഞ്ഞൾ വെളുത്തോണ്ടിരിക്കുന്നതിന് ഒന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞത് തുറന്ന് നോക്കുമ്പോൾ കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെള്ളം ഇറങ്ങിയത് കണ്ടില്ലേ, ഇതിൽ തന്നെ ഇറങ്ങിയ വെള്ളമാണ്. ഈ ഫിഷിൽ നിന്ന് തന്നെ തനിയെ ഇറങ്ങി വന്ന വെള്ളമാണ്. ഞാൻ ഒട്ടും വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതൊന്നുകൂടി വേവട്ടെ. ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു 10 മിനിറ്റും കൂടി. ഓക്കെ, അപ്പോൾ ദാ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ എന്താണ്, വെള്ളം എല്ലാം വറ്റി മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ കളറെല്ലാം, വെള്ളം നേരത്തെ കളർ ഉണ്ടായിരുന്നില്ലേ, വെള്ള കളർ എല്ലാം മാറി നല്ല മസാലയൊക്കെ പിടിച്ച് എരിവും പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് കുരുമുളക് തന്നെ പൊടിച്ച് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പൊടിച്ച് വെച്ചതാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ചിലപ്പം കുറയും, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഞാനിതൊരു പുതിയൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ്. നാവിൽ എനിക്കിതാ ഇപ്പോഴും വെള്ളം വരുന്നു കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഒരു പറ ചോറ് തിന്നാൻ. അത് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബീഫ് ഉലർത്ത് മസാല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇനി ഇതാ ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്യാണ്. അടിപൊളി റെസിപ്പിയാണ്. കണ്ടോ മസാലയൊക്കെ പിടിച്ച് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വന്നത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി അയച്ചു കൊടുക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.